എഗെയിൻ എലമെൻറ്റ്സ് ഓഫ് ലേണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ, നമ്മുടെ ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു, മീനിങ് ഓഫ് ലേണിംഗ് പറഞ്ഞു, ഡെഫിനീഷൻ പറഞ്ഞു, നേച്ചർ ഓഫ് ലേണിംഗ് പറഞ്ഞു. ഇനി എലമെൻറ്റ്സ് ഓഫ് ലേണിംഗ്, അതായത് ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ്, ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതും അല്ലെങ്കിൽ ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് മോട്ടിവേഷൻ. നോക്കിക്കേ, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഡ്രൈവ്സ് ദ ഡിസയർ ടു ലേൺ ഓർ ക്യാൻ ബി ഇൻട്രിൻസിക് ഓർ എക്സ്ട്രിൻസിക്. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ ഒരു ടീച്ചർ വന്നിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ എന്താ പറയുക, നല്ല മാർക്ക് വാങ്ങണം, പഠിച്ച് അതുപോലെ ആയിരിക്കണം, പഠിച്ച് നമ്മൾ നല്ല ജോലി വാങ്ങണം, പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാവും അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു മോട്ടിവേഷനാണ്. സ്വാഭാവികമായിട്ട് നല്ല മോട്ടിവേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പഠിക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അതിൽ തന്നെ നോക്കിക്കുക, അവിടെ രണ്ട് വേർഡ് പറയുന്നുണ്ട്, എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ നോക്കിക്കേ, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രിൻസിക് എക്സ്റ്റേണൽ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ സ്പീക്കറിനോ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ, അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻട്രിൻസിക്, ഇന്റേണൽ, നമ്മുടെ ഉള്ളിൽ നിന്നും സ്വയം തോന്നിയിട്ട് വരുന്ന ഒരു മോട്ടിവേഷൻ. അതായത് ഇപ്പോൾ ഓക്കെ, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന് ഇപ്പോൾ എക്സാമിന് നല്ല മാർക്ക് കിട്ടി, നമുക്ക് ഭയങ്കര കുറവാണ് മാർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വയം തോന്നുകയാണ്, ഓക്കെ എനിക്കും പഠിച്ച് നല്ലപ്പോൾ മാർക്ക് അവനെ പോലെ സ്കോർ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് സ്വയം തോന്നുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോട്ടിവേഷൻ ഇല്ലാതെ നമുക്കൊരു ലേണിംഗ് സാധ്യമാക്കാൻ പറ്റുമോ? അത്ര പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ലേണിംഗ് സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. ഓക്കെ, ദെൻ എക്സ്പീരിയൻസ്. അടുത്ത ലേണിങ്ങിന് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഇറ്റ് ഇൻവോൾവ്സ് എൻഗേജിങ് വിത്ത് മെറ്റീരിയൽ ഓർ പ്രാക്ടീസ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ 12th നമുക്ക് ലാബ് ഉണ്ട്, സയൻസ് ലാബുകളുണ്ട്. അതൊക്കെ എന്തിനാണ്? ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിലും ബയോളജിയിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലൊക്കെ നമ്മളൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. കുട്ടിയോട് നമ്മൾ പറയാറുണ്ട്, ചെറിയ കുട്ടികളോട് തീ തൊടാൻ പാടില്ല പൊള്ളും, തീ തൊടാൻ പാടില്ല പൊള്ളും എന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പറയാറുണ്ട്. പക്ഷെ അവരത് കേൾക്കണമെന്നില്ല. വൺസ് അവരത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ല. കാരണം എന്താ, അത് വരെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നമ്മൾ പറയുന്ന ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. പക്ഷേ അവരത് തൊട്ട് കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവർ പഠിച്ച കാര്യം പിന്നീട് അവർ മറക്കുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഈ ലേണിങ്ങിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്നൊരു എലിമെൻ്റ് കൂടിയാണ്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ദെൻ നമ്മൾ അതിൽ പറയുന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു, കുട്ടി ഒരു ഉത്തരം പറഞ്ഞു. ആ ടീച്ചർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇനിയും എന്ത് ചെയ്യാൻ തോന്നും, ആൻസർ പറയാൻ തോന്നും. അതല്ല ഇപ്പോൾ ടീച്ചർ പറയണ്ട ഓക്കെ ഗുഡ് ജസ്റ്റ് അവിടെ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് അവിടെ അത് അവസാനിപ്പിച്ചു, ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ വേറെ ഒന്നും അവിടെ ടീച്ചർ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ കുട്ടിക്ക് അത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുമോ? കാരണം കുട്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമ്മളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് നല്ലൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് പിന്നീട് വീണ്ടും വീണ്ടും അത് ചെയ്യാനോ അല്ലെങ്കിൽ അത് പഠിക്കാനോ ഉള്ള ടെൻഡൻസി കൂടും. അതല്ല എന്നുണ്ടെങ്കിൽ ആ ടെൻഡൻസി മെല്ലെ മെല്ലെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫീഡ്ബാക്ക്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഓൺ പെർഫോമൻസ്, ഗൈഡ്സ് ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഫീഡ്ബാക്കും. അതായത് കുട്ടി ഒരു കാര്യം ചെയ്തു, അത് ചെയ്തത് ചിലപ്പോൾ നന്നായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരിക്കാം. സോ നമ്മൾ നല്ല പോലെ ആ കുട്ടിയെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആ കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ പറയുകയാണ് ഓക്കെ നീ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവാം, ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. സോ അത്തരത്തിലുള്ളൊരു ഫീഡ്ബാക്ക് ടീച്ചേഴ്സ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് എന്തുണ്ടാവും, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും.
അതേപോലെ തന്നെയാണ് ലേണിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാക്ടറാണ് കോഗ്നിഷൻ. അതായിട്ടുള്ള നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, അങ്ങനെ നമ്മുടെ ആ ഒരു ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണത്. നോക്കിക്കേ, ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ്, പ്രോസസ്സിങ് ആൻഡ് അപ്ലൈയിങ് ന്യൂ നോളേജ്. ഇപ്പോൾ ചില കുട്ടികളുണ്ടായിരിക്കും ഓട്ടിസ്റ്റിക് ഒക്കെ ആയിട്ട്. സോ അവരെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചില കുട്ടികൾ നമ്മൾ പറയും ഭയങ്കര ബുദ്ധിയാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ നമുക്കൊരു മിനിമം കോഗ്നിഷൻ വേണം എന്നുള്ളത് നമ്മുടെ ഈ ലേണിംഗ് പ്രോസസ്സിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ പ്രോസസ്സ് ചെയ്യാനും അതേപോലെ തന്നെ അത് വേറൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലേണിംഗ് എൻവയോൺമെൻറ്റ്. നോക്കിക്കേ, കണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ലേണിംഗ് ഒക്കേഴ്സ് അഫക്ട്സ് എൻഗേജ്മെൻറ്റ് ആൻഡ് റിട്ടൻഷൻ. നോക്കിക്കേ, ഭയങ്കര ചുറ്റും നല്ല ബഹളമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? നമ്മുടെ ചുറ്റും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ബഹളം വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സോ ലേണിങ്ങിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നല്ലപോലെ നല്ലൊരു ആക്റ്റീവ് ലേണിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു എൻവിറോൺമെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു എലമെൻ്റ് ആണ് സോഷ്യൽ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇറ്റ് ഇൻവോൾവ്സ് കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻറിച്ചസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരാളിരുന്ന് പഠിക്കുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പഠിക്കുമായിരിക്കും. പക്ഷേ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്ന സമയത്തോ മറ്റുള്ള എല്ലാവരുടെ നോളേജും അതേപോലെ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ പറയുന്ന നമ്മുടെ 7 ഫാക്ടേഴ്സ് 7 എലിമെൻറ്റ്സ് ആണ് നമ്മുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്ത് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? മോട്ടിവേഷൻ, എക്സ്പീരിയൻസ്, റീഇൻഫോഴ്സ്മെൻറ്റ്, ഫീഡ്ബാക്ക്, കോഗ്നിഷൻ, എൻവയോൺമെൻറ്റ് ആൻഡ് ഫൈനലി സോഷ്യൽ ഇൻ്ററാക്ഷൻ. ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്. ഈ ഞാൻ ഇത്ര നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ്, കുറച്ചുകൂടി വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കണമെന്ന് മാത്രം. നോക്കിക്കേ, ലേണിംഗ് ഈസ് ദ കണ്ടിന്യൂസ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ വിച്ച് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. അത് ത്രൂ ഔട്ട് ദ ലൈഫ് നടക്കുന്ന ഒരു പ്രോസസ്സുമാണ്. ദെൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർവാസീവ് പ്രോസസ് ആൻഡ് ഇറ്റ് റീച്ചസ് ഇൻ ടു ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തും നടക്കുന്ന ഒരു എന്താ പറയുക, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രോസസ്സാണ്. ദെൻ ലേണിംഗ് ഇൻവോൾവ്സ് ദ ഹോൾ പേഴ്സൺ ഇമോഷണലി, സോഷ്യലി ആൻഡ് ഇൻ്റലക്ച്വലി. അപ്പോൾ നമ്മൾ എന്താണ് ലേണിംഗ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ സോഷ്യൽ ബിഹേവിയർ ആയിക്കോട്ടെ, ഇമോഷണലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ നമുക്ക് ലേണിങ്ങിൽ വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല ലേണിംഗ് എന്ന് പറയുന്നത് ലേണിംഗ് ഓഫ് ചേഞ്ചസ് ദ ഓർഗനൈസേഷൻ ഓഫ് ദ ബിഹേവിയർ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, അതൊരു ഓർഗനൈസേഷൻ ഓഫ് ബിഹേവിയർ ആണ്. എങ്ങനെ നമ്മൾ അടുക്കി പെറുക്കി വെക്കുന്നു, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എല്ലാം എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ദെൻ ലേണിംഗ് ഈസ് ഡെവലപ്മെൻറ്റ് ടൈം ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഡയമെൻഷൻ.